നമസ്കാരം. ഞാൻ രുദ്രംഭായിയാണ്. ജീവിതം ഒരു സമരമാണ്. ആദ്യത്തെ ജീവിത സമരത്തിൻ്റെ അവസ്ഥകൾ അത്യാവശ്യമൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ സമരായുധമായെടുത്തത് ചിത്രകലയാണ്. പിന്നീട് സിനിമ ചെയ്യാൻ പറ്റുമെന്നൊരു കോൺഫിഡൻസ്, സർഗാത്മകമായ സാംസ്കാരിക യാത്രകൾ, കലാപരമായ സർഗാത്മക യാത്രകളെല്ലാം കൊണ്ടായിരിക്കാം അങ്ങനെ ചിത്രകലയിൽ നിന്ന് ചലച്ചിത്രകലയിലേക്ക് പോകുന്നത്. ചിത്രകലയെ ആധാരമാക്കിയുള്ള ജീവിതയാത്ര എന്ന് പറയുന്നത് എൻ്റെ അച്ഛൻ്റെ സുഹൃത്തായ ശശീന്ദ്ര ബാബു വീട്ടിൽ വരുമ്പോൾ ഞാൻ ചില ചിത്രങ്ങളൊക്കെ വരച്ചിരിക്കുന്നത് കണ്ട് അദ്ദേഹം ഒരു ശ്രീകൃഷ്ണൻ്റെ പടം എളുപ്പം വരച്ചു, മയിൽപ്പീലിയൊക്കെ ഇങ്ങനെ പെട്ടെന്നായിരുന്നു. അപ്പോൾ അത് എന്നെ അത്ഭുതപ്പെടുത്തി. അതേ ഉള്ളൂ ഫ്രീ ഹാൻഡ് വര എന്ന് പറയുന്നത്. അപ്പോൾ ഫ്രീ ഹാൻഡിന് ആദ്യമായിട്ട് ദക്ഷിണ വയ്ക്കുന്നത് കോട്ടയം കഞ്ഞിക്കുഴിക്കാരൻ ശശീന്ദ്ര ബാബു എന്ന എൻ്റെ അച്ഛൻ്റെ സുഹൃത്ത് അദ്ദേഹമായിരുന്നു. അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. സ്കൂളിൽ ആദ്യ കാലഘട്ടമാണ്, 6ലെ 7ലെ 5ലൊക്കെ പഠിക്കുന്ന കാലഘട്ടമാണ്. അദ്ദേഹം നിരന്തരം വീട്ടിൽ ബന്ധമുണ്ടായിരുന്നു. പിന്നീട് എനിക്ക് നൈസർഗികപരമായ ചിത്രകല ബേസ് ഉണ്ടായിരുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പം തന്നെ ഞാൻ നമ്മുടെ ചുണ്ണാമ്പ് ഭിത്തിയിൽ, കുമ്മായ ഭിത്തിയിൽ വേലിത്തമ്പി തളവ എന്നേലും ഉയരത്തിൽ ഞാൻ വരച്ചിട്ട് ഒരു ഡെസ്കൊക്കെ വലിച്ചിട്ട് ചെയ്തതാണ്. അന്ന് ലൂതർ സ്കൂളിലെ അധ്യാപകരും സ്കൂളിലെ വിദ്യാർത്ഥികളൊക്കെ വന്ന് നമുക്ക് വലിയ ആദരവോടെ ഒരു ചിത്രകാരൻ എന്നുള്ള രീതി അംഗീകരിക്കും. പിന്നീട് മൊറാർജി ദേശായിയുടെ ഒരു ചിത്രവും ഒരു ലെറ്ററും ഒക്കെ ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരച്ചിട്ടാണ് ആദ്യത്തെ ഒരു യാത്ര തുടങ്ങുന്നത്. അന്നൊന്നും വലിയ പൈസയൊന്നുമില്ല, നമ്മുടെ ചിലവൊക്കെ നടക്കുകയൊക്കെ ഉള്ളു. അത് പ്രതാപൻ എന്ന് പറഞ്ഞ ലൂതർ സ്കൂളിൻ്റെ കിഴക്ക് വശത്ത് ഉള്ള അദ്ദേഹം വഴിയാണ് അന്നത്തെ ചിത്രകലയ്ക്ക് വേണ്ടി ഒരു വർക്ക് ചെയ്യുന്നത്. പിന്നീട് എന്ന് പറഞ്ഞാൽ ചിത്രകലയെ എനിക്ക് ഗൗരവമായ ഒരു ശമ്പളം കിട്ടുന്നത് ചലച്ചിത്രത്തിൽ നിന്ന് തന്നെയാണ്. കാരണം ഉദയ സ്റ്റുഡിയോയിൽ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ അവിടെ ഒരു അച്ഛൻ്റെ സുഹൃത്തുണ്ടായിരുന്നു ഉദയ സ്റ്റുഡിയോയിൽ. അത് ESയുടെ പുറകുവശമുള്ളതാണ്. അദ്ദേഹം എന്നെ ഉദയ സ്റ്റുഡിയോയിലേക്ക് കൊണ്ടുവന്നു. ഉദയ സ്റ്റുഡിയോയിൽ കൊണ്ടുവന്നപ്പോൾ ഞാനവിടെ ഒരു സിനിമ നടക്കാൻ പോകുന്നു, അതിന് ലെറ്റർ എഴുതണമെന്ന് പറഞ്ഞിട്ട് ധന്യ എന്ന് പറയുന്ന സിനിമയുടെ ലെറ്റർ ശൂല രൂപത്തിൽ, സർപ്പ രൂപത്തിലുള്ള ലെറ്ററാണ്. അത് പിന്നീട് SA നായരുടെ പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. അന്ന് എനിക്ക് 20 രൂപ കിട്ടിയിരുന്നു. ബാലൻചേട്ടനൊക്കെ ഉള്ള സമയമാണ്. അങ്ങനെയാണ് ചിത്രകലയുടെ യാത്ര. അത് തുടർന്ന് പിന്നീട് ആലപ്പുഴയിലത്തെ എൻ്റെ വീട്ടിനടുത്തുള്ള ശ്രീധരൻ സാർ എനിക്ക് ഗുരു കൂടിയാണ്. ഈഴവ സമുദായത്തിലുള്ളതാണ്. അദ്ദേഹമൊക്കെ ക്രിസ്തുമതം സ്വീകരിക്കപ്പെട്ടിട്ടും പോകാത്തൊരു കുടുംബമാണ്. ബാക്കിയുള്ള ഈഴവരെല്ലാം ലൂതർ മിഷൻ, ഞാൻ ഇന്നലെ പറഞ്ഞ ഷുവാല സാഹിബിൻ്റെ അവിടെ അടിമയായിട്ട് ക്രിസ്തുമതം സ്വീകരിച്ച് പിന്നീട് അവർ SNDPയുടെ ഭാഗമായി മാറി. എൻ്റെ പരിസരവാസികളാണ്, എനിക്ക് വേണ്ടപ്പെട്ടവരുമുണ്ട്. അപ്പോൾ എന്തായാലും ചിത്രകലയുടെ ഒരു വലിയ യാത്ര തുടങ്ങുന്ന ഈ 8ാം ക്ലാസ്സിൽ തന്നെ എനിക്കൊരു ബോധോദയം എന്ന് പറയാം. ശരിക്കും തിരിച്ചറിയും. മനുഷ്യൻ എന്ന പുസ്തകം വായിച്ചിട്ടാണ് കേദാമരൻ്റെ. അപ്പോൾ അങ്ങനെ അവിടെ നിന്നുള്ള യാത്ര പാതിരപ്പള്ളിയിൽ പളനി സാറിൻ്റെ പോയി ചിത്രകല പഠിക്കുന്നു. അവിടെ നടക്കുന്ന യാത്രയാണ് ഒരു അധ്യാപകനും ഞാനുമായിട്ടുള്ള ഒരു മാർക്സിസ്റ്റ് വീക്ഷണമുള്ള ഞാനും. അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കേഡറുമാണ്, സായിബാബ ഭക്തനാണ്. അവിടെ നടന്നൊരു ചരിത്രത്തിലേക്ക് നമുക്ക് കഥ തുടരാം.